ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്ത്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു തആല പറയുന്നു, ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുവിൻ, ബിഫളില്ലാഹി വബിറഹ്മതിഹി അല്ലാഹുവിൻ്റെ ഫളല് കൊണ്ടും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ടും ആ റഹ്മത്ത് കൊണ്ടും ഫലിയഫ്റഹു അവർ സന്തോഷിക്കട്ടെ നബിയെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ അവർ സമ്മേളിക്കുന്നതിൽ, അവർ ഒരുമിച്ച് കൂടുന്നതിൽ, അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഖൈറാണ് റഹ്മത്താകുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കൽ. ഈ ആയത്തിന് ഇമാം ജലാലുദ്ദീൻ സയ്യൂത്തി റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുന്നു. മാത്രമല്ല മുജാഹിദ് വഹാബികൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഇമാം ആലൂസി അവിടുത്തെ തഫ്സീർ റൂഹുൽ മആനിയിലും ഈ ആയത്തിന് തഫ്സീർ പറയുന്നു. റഈസുൽ മുഫസ്സിരീൻ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് നിവേദനം. റഹ്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഈ ആയത്ത് വ്യക്തമായ തെളിവാണ് എന്ന്. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ ആയത്തിൽ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞത്? ഈ ആയത്തിന് തഫ്സീർ പറയുകയാണ് ഇമാം അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം അൻ-നാജി റളിയല്ലാഹു അൻഹു അവിടുത്തെ കൻസു റാഗിബീൻ അൽ ഉഫാത്ത് എന്ന കിതാബിൽ എന്താ പറയുന്നത് ശ്രദ്ധിക്കണേ. വതബറകു ബിവിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫറഹു ബിഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فما ولا الترح ولا توالى الفرح إلا بطلعته السعيدة ولا صددتم إلا بسيادته واسمعوا قول ربكم تبارك وتعالى فيما أنزل عليه في كتابه إن كنتم تسمعون قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. ഇമാം അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം അൻ-നാജി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് നിങ്ങൾ ബർക്കത്തെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഉദയം കൊണ്ടല്ലാതെ ഒരു സന്തോഷവും നമുക്ക് വന്നിട്ടില്ല. അവിടുത്തെ നേതൃത്വത്തിലല്ലാതെ ഒരാളും ഉന്നതയിൽ എത്തിയിട്ടുമില്ല, ഒരു പ്രയാസം നീങ്ങിയിട്ടുമില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ ആ ഖൗലിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ, മനസ്സിലാക്കണേ. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ആയത്താണ് തെളിവ്. എന്താണ് ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് ഈ ആയത്താണ് തെളിവ്. വതബറകു ബിവിലാദതിഹി വഫ്റഹു ബിഹാ വതബറകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ ബർക്കത്തെടുക്കുക. വഫ്റഹു ബിഹാ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ ഒന്ന് ഓർത്തോക്കി. ആരാണ് അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം നാജി റളിയല്ലാഹു അൻഹു? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇമാം ഇബ്നു നാസിറുദ്ദീൻ ദിമിഷ്കി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മാത്രമല്ല ഇമാം ജലാലുദ്ദീൻ സയ്യൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ഇമാം ഇബ്നു തൂലൂൻ അൽ ഹനഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ആര്? അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം അൻ-നാജി റളിയല്ലാഹു അൻഹു. ആധികാരിക പണ്ഡിതനാ. ആ പണ്ഡിതനാണ് പറയുന്നത് ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അത് പറയാനും തൗഫീഖ് നൽകുമാറാകട്ടെ.